മാനുവൽ ഫോട്ടോഗ്രാഫി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഷട്ടർ സ്പീഡിനെ എങ്ങനെ നിയന്ത്രിക്കണം, അഥവാ നമ്മൾ മുൻ സെഷനുകളിൽ പറഞ്ഞ ഒരു ഫ്രെയിമിലുള്ള ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നാണ് ഈ സെഷനിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഷട്ടർ സ്പീഡ് എന്താണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുൻപേ കഴിഞ്ഞ സെഷനുകൾ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടും. അപ്പോൾ അത് മനസ്സിലായിട്ട് മാത്രമേ ഈ ഒരു സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതും കൺഫ്യൂഷനിലേക്ക് എത്തിച്ചേരും. ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ വരുന്ന വസ്തുക്കളുടെ ചലനത്തെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഫോട്ടോയിൽ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ചലനത്തെ നിയന്ത്രിക്കുന്നത്. ചലനത്തെ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം ഓർക്കണം. കാരണം നമുക്ക് പല സന്ദർഭങ്ങളിലും ഓരോ വസ്തുക്കളുടെ ചലനം നമ്മുടെ ഫ്രെയിമിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇതൊരു വീഡിയോ രീതിയിൽ ചലിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. ചലിക്കുന്നത് ഫോട്ടോയിൽ വസ്തുക്കളുടെ ചലനത്തെ കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ് മോഷൻ ബ്ലർ എന്ന വാക്ക്. ഒരു വസ്തു ചലിക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ മുന്നിലൂടെ ഒരു വസ്തു ചലിക്കുമ്പോൾ അത് ആ ചലിക്കുന്നതിൻ്റെ ഒരു ബ്ലർ ഫീൽ ചെയ്യും നമ്മുടെ ചിത്രത്തിൽ. അതിനെയാണ് മോഷൻ ബ്ലർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മോഷൻ ബ്ലർ വേണോ വേണ്ടയോ എന്നാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരുന്നുണ്ടാവും, എന്തിനാണ് നമുക്ക് മോഷൻ ബ്ലർ എന്നുള്ളത്. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയിൽ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് മോഷൻ ബ്ലർ ആണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ചിത്രത്തിൽ നമ്മുടെ ഫ്രെയിമിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഷട്ടറാണ് അല്ലെങ്കിൽ ഷട്ടർ സ്പീഡാണ്. ഇനി നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിന് കുറച്ച് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ കയ്യിലെടുത്തു, കണ്ണിൽ വെച്ചു, എക്സ്പോഷർ മീറ്ററൊക്കെ നോക്കി. അതിനു മുൻപേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എക്സ്പോഷർ മീറ്റർ 0യിലേക്ക് വരണം. അത് രണ്ടാമത്തതാണ്. ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അതിന് മുൻപായിട്ട് ആദ്യത്തെ ഒരു ഓപ്ഷൻ നമുക്ക് മൂവ്മെൻറ്റ്സിനെ നിയന്ത്രിക്കണം. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ മൂവ്മെൻറ്റ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ഉൾപ്പെടുത്തുന്നതാവാം. മോഷൻ ബ്ലർ ആർട്ടിഫിഷ്യലായിട്ട് മോഷൻ ബ്ലർ നമ്മളെ ചിത്രത്തിൽ വരുത്തുകയും ചെയ്യാം. അതുപോലെ മോഷൻ ബ്ലർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ഞാനിവിടെ മൂവ്മെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഷൻ ബ്ലർ ആണ്. അതായത് നമ്മുടെ ചിത്രത്തിൽ മോഷൻ ബ്ലർ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ക്യാമറ കയ്യിലെടുത്തു, കണ്ണിൽ വെച്ചു. ഇനി നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്, നിങ്ങളുടെ ഫ്രെയിമിലൂടെ നോക്കിയിട്ട് അതിനകത്ത് മൂവ്മെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ. നിങ്ങളുടെ ഫ്രെയിമിനകത്ത് എന്തെങ്കിലും ഒബ്ജക്റ്റ്, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന ആ ഒരു ഫ്രെയിമിനകത്ത് എന്തെങ്കിലും വസ്തുക്കൾ നീങ്ങുന്നുണ്ടോ, ചലനം ഉണ്ടോ, അതിനകത്ത് മൂവ്മെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആൾക്കാരുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചലനം ഉണ്ടാവാം. ഇനി ബിൽഡിങ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണെങ്കിൽ ചലനങ്ങൾ കുറവായിരിക്കും. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാറ്റിനാടും. അതല്ലെങ്കിൽ ഒരു പാറക്കല്ലോ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ ചലനങ്ങൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഫ്രെയിമിലൂടെ നോക്കിയിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്, എൻ്റെ ഫ്രെയിമിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ട്, എന്തെങ്കിലും വസ്തുക്കൾ ചലിക്കുന്നുണ്ടോ, എനിക്ക് ഷൂട്ട് ചെയ്യേണ്ട വസ്തുക്കൾ ഏതെങ്കിലും ചലിക്കുന്നുണ്ടോ. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് എത്രയും സെറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് റീസ്ട്രിക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഏത് ഷട്ടർ സ്പീഡ് ഉപയോഗിക്കാം, മിനിമം മുതൽ മാക്സിമം വരെ ഉപയോഗിക്കാം. ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നതിന് വേറെ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് ഇതിന് പുറകെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒബ്ജക്ട്സ് ഒന്നും തന്നെ മൂവ് ചെയ്യുന്നില്ല. നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടേ, നിങ്ങൾക്ക് ഏത് ഷട്ടർ സ്പീഡ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല. ഇനി നിങ്ങളുടെ ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ട ഒബ്ജക്ട്സിൽ മൂവ്മെൻ്റ് ഉണ്ട്. നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ഈ ഫ്രെയിമിനകത്ത് എന്തെങ്കിലും ചലിക്കുന്നതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടോടെ കുറേ വസ്തുക്കൾ ചലിക്കുന്നതുണ്ട്. യെസ് എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയതെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചോദിക്കേണ്ടത്, നിങ്ങളോട് തന്നെ ചോദിക്കണം, ആ മൂവ്മെൻറ്റ്സ് എനിക്ക് ചലിക്കുന്ന വസ്തുവിന് മോഷൻ ബ്ലർ എൻ്റെ ഫോട്ടോയിൽ പതിപ്പിക്കണമോ വേണ്ടയോ. ആ മൂവ് ചെയ്യുന്ന വസ്തുവിൻ്റെ ആ മൂവ്മെൻറ്റ് എൻ്റെ ചിത്രത്തിൽ
രേഖപ്പെടുത്തണോ, ഒരു മോഷൻ ബ്ലറായിട്ട് രേഖപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള ചോദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരിക എന്നുള്ളൊരു സംശയം ഇപ്പം നിങ്ങൾക്ക് വരും അല്ലേ. അതായത് നിങ്ങൾ ഒരു പാനിങ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് വളരെ ക്രിയേറ്റീവായ ഒരു ടൈപ്പ് ഫോട്ടോഗ്രാഫി ഉണ്ട്. അവിടെ നമുക്ക് മോഷൻ ബ്ലർ റെക്കോർഡ് ചെയ്യണം. നിങ്ങളൊരു ഫയർ വർക്ക്സ് ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മോഷൻ ബ്ലർ റെക്കോർഡ് ചെയ്യണം. ഇനി നിങ്ങളൊരു എന്താ പറയുക ലൈറ്റ് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മോഷൻ ബ്ലർ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ പല സാഹചര്യങ്ങളിലും നമുക്ക് ആ മോഷൻ ബ്ലർ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഉത്തരം ഈ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ബ്ലർ നമുക്ക് റെക്കോർഡ് ചെയ്യണം എന്നാണ് ഉത്തരം കിട്ടുക, അല്ലെങ്കിൽ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി തിരിച്ച് നിങ്ങളോട് തന്നെയുള്ള ചോദ്യത്തിൽ ഈ മൂവ് ചെയ്യുന്ന വസ്തുവിൻ്റെ മോഷൻ ബ്ലർ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒരു മോഷൻ ബ്ലറായിട്ട് എൻ്റെ ഫ്രെയിമിൽ രജിസ്റ്റർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതിന് വേണ്ട എന്നാണ് നിങ്ങളുടെ ഉത്തരം എങ്കിൽ, വേണ്ട എന്ന ഉത്തരം എപ്പോഴാണ് വരിക? നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സ് ആണ് ഷൂട്ട് ചെയ്യുന്നത്, ഒരു ഹൈ ജമ്പാണ്, ഹൈ ജമ്പിൽ കറക്റ്റ് ആ സ്റ്റെമ്പ് ക്രോസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ മോഷൻ ബ്ലർ ഒന്നും തന്നെ വരാൻ പാടില്ല, വളരെ ക്രിസ്പി ഷാർപ്പായിട്ടായിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ നിങ്ങളൊരു ബൾബ് താഴെ വീണ് പൊട്ടുന്ന ഒരു മൊമെൻ്റാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ബൾബ് പൊട്ടുന്ന വളരെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഒരിക്കലും അതിനകത്ത് ഒരു വിധത്തിലുള്ള മോഷൻ ബ്ലറും വരാൻ പാടില്ല. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മോഷൻ ബ്ലർ ഒഴിവാക്കേണ്ടി വരും. നിങ്ങളുടെ ഒരു കുഞ്ഞ് ഓടി അടുത്തോട്ട് വരുന്ന ഒരു ഫോട്ടോ ആണ് നിങ്ങൾ എടുക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് മോഷൻ ബ്ലർ ഒഴിവാക്കേണ്ടി വരും. ആ കുട്ടിയെ വളരെ ക്രിസ്പി ഷാർപ്പായിട്ട് എടുക്കേണ്ടി വരും. ഒറ്റപ്പൊടി മോഷൻ ബ്ലർ അവിടെ ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും മോഷൻ ബ്ലർ ഒഴിവാക്കേണ്ടി വരും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ഫസ്റ്റിൽ നിങ്ങൾ ഫ്രെയിമിലൂടെ നോക്കിയപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ മൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ല എന്ന് ഉത്തരം വന്നപ്പോൾ പിന്നെ നിങ്ങൾ ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം. ഇനി മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കണം. ഈ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് മോഷൻ ബ്ലറായിട്ട് എൻ്റെ ചിത്രത്തിൽ കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണത്. അങ്ങനെ ചോദിക്കുമ്പം ഉത്തരം വേണ്ട എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതിൽ, മോഷൻ ബ്ലർ എൻ്റെ ചിത്രത്തിൽ വേണ്ട എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാസ്റ്റ് ആക്ഷൻ ഫോട്ടോഗ്രാഫി ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഷട്ടർ സ്പീഡ് പരമാവധി കൂട്ടി ഉപയോഗിക്കുക. ഇനി ആ ചോദ്യത്തിന് നിങ്ങളുടെ ചിത്രത്തിൽ മൂവ് ചെയ്യുന്ന വസ്തുവിൻ്റെ മോഷൻ ബ്ലർ നിങ്ങൾക്ക് ഫ്രെയിമിൽ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് വേണം എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഷട്ടർ സ്പീഡ് കുറച്ച് ഉപയോഗിക്കണം. അതായത് അതിൻ്റെ വാല്യൂസ് നമ്പേഴ്സ് കുറച്ച് കൊണ്ടുവരണം. ഇപ്പോൾ 1/100 ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ ഉള്ളതെങ്കിൽ അതൊരു 1/20, 1/10 അല്ലെങ്കിൽ 1 സെക്കൻഡ്, 2 സെക്കൻഡ് പോയി 30 സെക്കൻഡ് വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതൊക്കെ സ്ലോ ഷട്ടർ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ മോഷൻ ബ്ലർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രെയിമിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ ഷട്ടർ ഉപയോഗിക്കുക. മോഷൻ ബ്ലർ ഒഴിവാക്കാനാണെങ്കിൽ ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രെയിമിനകത്ത് നിങ്ങൾക്കൊരു ഫാസ്റ്റ് മൂവിങ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു മോഷൻ ബ്ലർ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സിമ്പിളായിട്ട് ഷട്ടർ സ്പീഡ് അങ്ങ് കൂട്ടി ഉപയോഗിക്കണം. ഇനി നിങ്ങളൊരു ഫയർ വർക്ക്സ് അല്ലെങ്കിൽ ലൈറ്റ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഗാലക്സി, സ്റ്റാർ ട്രയൽസ്, വെഹിക്കിൾ ട്രയൽസ് ഇങ്ങനെയുള്ള ലോങ് എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഷട്ടർ സ്പീഡ് കുറച്ച് ഉപയോഗിക്കണം. ഇത്ര തന്നെയുള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ലോജിക്ക് ഞാനിപ്പോൾ പറഞ്ഞ ആ ക്വസ്റ്റിനെയറിൻ്റെ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വളരെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടും. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ ഫസ്റ്റിൽ ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ മൂവിങ് ഒബ്ജക്ട്സ് ഉണ്ടോ നോക്കുക. മൂവിങ് ഒബ്ജക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഫ്രീ ആണ്, ഒന്നും ചിന്തിക്കേണ്ടതേ ഇല്ല. ഏത് ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലോങ് ആയാലും ഷോർട്ടായാലും ഹൈ ആയാലും ഏത് ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതൊരു നിങ്ങൾ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മൂവ്മെൻറ്റ്സ് ക്രിസ്പി ആയിരിക്കണം. ഒരു പൊടി മോഷൻ ബ്ലർ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്കതിനെ കിട്ടണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഷട്ടർ സ്പീഡ് മാക്സിമം കയറ്റി ഉപയോഗിക്കുക. നല്ലപോലെ ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുക. ഇനി നമുക്ക് പറയുമ്പോൾ ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഷട്ടർ സ്പീഡിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷട്ടർ സ്പീഡ് 50 മുതൽ 1/2, 1/50 മുതൽ 1/40, 1/30, 1/20, 1/10 അങ്ങനെ വന്ന് 1/2 വരെയുള്ളതിനെ നമുക്ക് സ്ലോ ഷട്ടർ എന്ന് വിളിക്കാം. ഇനി 1 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയുള്ളതിനെ നമുക്ക് ലോങ് എക്സ്പോഷർ എന്ന് വിളിക്കാം. അതുപോലെ 1/52 അല്ലെങ്കിൽ 1/80 മുതൽ മുകളിലോട്ട് 1/250 വരെയുള്ള ഷട്ടർ സ്പീഡിനെ ജനറൽ കാറ്റഗറി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നോർമൽ ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ഒരു ഷട്ടർ സ്പീഡായിട്ട് പറയാം. 1/250 മുകളിൽ, അതായത് 1/320 മുതൽ മുകളിലോട്ട് വരുന്നതിനെ ഹൈ ഷട്ടർ സ്പീഡ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് വിളിച്ചിട്ട് ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ്സ് വരെ നമ്മൾ ലോങ് എക്സ്പോഷർ എന്ന് പറയുന്നു. 1/80 മുതൽ 1/2 വരെ, 1/80 മുതൽ 1/2
2 വരെയുള്ള ഷട്ടർ സ്പീഡിനെ നമ്മൾ സ്ലോ ഷട്ടർ എന്ന് വിളിക്കാം. 1/80 ടു 250 വരെയുള്ളതിനെ ഒരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ നോർമൽ എന്ന് വിളിക്കാം. ഇതൊന്നും എവിടെയും എഴുതപ്പെട്ട കാര്യങ്ങളല്ല, നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 320ക്ക് മുകളിലോട്ടുള്ള ഷട്ടർ സ്പീഡിനെല്ലാം ഹൈ ഷട്ടർ സ്പീഡ് എന്ന് വിളിച്ചിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇനി നിങ്ങൾ ഫോട്ടോ എടുക്കാൻ തയ്യാറായി ക്യാമറ കയ്യിലെടുത്തു. നിങ്ങൾ കയ്യിലാണ് ക്യാമറ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ മിനിമം ഷട്ടർ സ്പീഡ് 1/80 വെച്ചിരിക്കണം. അതിൻ്റെ താഴോട്ട് നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞ സ്ലോ ഷട്ടറും ലോങ് എക്സ്പോഷറും ഒന്നും തന്നെ കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് എടുക്കാൻ പാടില്ല. അതിന് നിങ്ങൾ ഒന്നുകിൽ ഒരു മോണോപോഡ് അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾ നല്ല ഉറച്ച ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടായിരിക്കണം ഫോട്ടോ എടുക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാൻഡ് ഷേക്ക്, അതിനെ നമ്മൾ ക്യാമറ ഷേക്ക് എന്നാണ് പറയുക. ഈ ക്യാമറ ഷേക്ക് വന്നിട്ട് ചിത്രങ്ങൾ വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാമറ ഷേക്ക് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിർബന്ധമായിട്ട് നമ്മൾ ഷട്ടർ സ്പീഡ് മാക്സിമം കൂടുതൽ ഉപയോഗിക്കണം. അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ ഷട്ടർ സ്പീഡ് നമുക്ക് 1/80 ആണ്. 1/80യുടെ താഴോട്ട് പോയിട്ട് നിങ്ങൾ നോർമൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ 1/80യുടെ താഴോട്ട് പോയിട്ട് നിങ്ങൾ ഷട്ടർ സ്പീഡ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് ക്യാമറ ഷേക്ക് വരും. ക്യാമറ ഷേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഇമേജ് തന്നെ ഒരു നിഴൽ പോലെ മറ്റൊരെണ്ണം കൂടി കാണുന്ന ഒരു പരിപാടിയാണ്. അതായത് കൈ കുലുങ്ങിയിട്ട് ഒരു ഫോട്ടോയിൽ തന്നെ രണ്ടെണ്ണം കിട്ടുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ക്യാമറ ഷേക്ക് ഒരു രീതിയിലും ഒരു സ്ഥലത്തും ആക്സെപ്റ്റ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ ക്യാമറ ഷേക്ക് വരാതെ ചിത്രങ്ങൾ എടുക്കണം. ഓക്കെ, ഈ ഒരു സെഷനിൽ ഞാനിപ്പോൾ പറഞ്ഞത് ഷട്ടർ സ്പീഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ വ്യൂ ഫൈൻഡറിലേക്കാണ്. അതിനകത്ത് മൂവിങ് ഒബ്ജക്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. മൂവിങ് ഒബ്ജക്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് ഏതും ഉപയോഗിക്കാം. പക്ഷേ ഏത് മുതൽ ഏത് വരെയാണെന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യണം. നമ്മൾ സ്ലോ ഷട്ടർ അല്ലെങ്കിൽ ലോങ് എക്സ്പോഷർ ആണ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ട്രൈപോഡോ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സർഫേസ് നമ്മളെ ക്യാമറ ഉറപ്പിച്ച് വെച്ചിരിക്കണം. കയ്യിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 1/80യുടെ താഴോട്ട് ഷട്ടർ സ്പീഡ് ഉപയോഗിക്കരുത്. 1/80യുടെ മുകളിലോട്ട് ഉപയോഗിക്കണം. 1/80യുടെ മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക? 1/80, 1/100, 1/125, 1/160, 1/200, 1/250, ദെൻ 1/320, 400, അതങ്ങനെ മുകളിലോട്ട് ഉയർന്ന് ആ നമ്പർ ഉയർന്ന് അങ്ങ് പോകും. നിങ്ങളുടെ ഫ്രെയിമിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് തന്നെ ചെയ്യിക്കണം. അതിൻ്റെ മോഷൻ ബ്ലറിന് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആവശ്യം ഉണ്ടെങ്കിൽ, ആവശ്യമുള്ള സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഫയർ വർക്ക്സ് അല്ലെങ്കിൽ ലോങ് എക്സ്പോഷർ ആയിട്ട് വരുന്ന സംഭവങ്ങൾ, ഫയർ വർക്ക്സ്, വെഹിക്കിൾ ട്രെയിൽസ്, സ്റ്റാർ ട്രെയിൽസ്, ഗാലക്സി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഇതിന് നമ്മൾ മോഷൻ ബ്ലർ വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് വേണം എന്നാണ് ഉത്തരവെങ്കിൽ ഷട്ടർ സ്പീഡ് ഒന്നുകിൽ സ്ലോ ഷട്ടർ അല്ലെങ്കിൽ ലോങ് എക്സ്പോഷർ എന്നുള്ള ആ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു ഷട്ടർ സ്പീഡ് നിങ്ങൾ ഉപയോഗിക്കണം. അതായത് 1/80യുടെ താഴോട്ടുള്ള ഷട്ടർ സ്പീഡ്. ആ ഷട്ടർ സ്പീഡ് എത്രയും നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുപോകാം. 1/2 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 ആണ് കിട്ടുക. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡാണ്. പിന്നെ 2 സെക്കൻഡ്സ് കിട്ടും. ഇപ്പോൾ 1/2ഉം 2ഉം തമ്മിൽ കയറി കൺഫ്യൂസ് ആവരുത്. 1/2 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൻ്റെ പകുതിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 1 വരും, പിന്നെ 2 വരും, പിന്നെ 5 വരും, 10 വരും. അതൊക്കെ 1/10ഉം 10 സെക്കൻഡ്സും 1 സെക്കൻഡിൻ്റെ 10ൽ1 ഭാഗം കൂടി തമ്മിൽ കൺഫ്യൂസ് ആവരുത്. എഴുതുന്നത് വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ, മൂവിങ് ഒബ്ജക്റ്റിൻ്റെ മോഷൻ ബ്ലർ കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുക. ഇനി മറ്റൊരു വിഷയം ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. നമ്മൾ ഫ്ലാഷ് ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഫ്ലാഷിന് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1/200 ആണ്. താഴോട്ട് എത്രയും വരാം, 1/1, 1 സെക്കൻഡ്, 1 സെക്കൻഡിൻ്റെ പകുതിയൊക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നത് 1/200 ആണ്. അപ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആയി അല്ലേ? നമ്മളിപ്പോൾ ഒരു വെഡ്ഡിംഗ് ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫ്ലാഷ് മൗണ്ട് ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ. ഇനി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ കയ്യിൽ പിടിച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 1/80യുടെ താഴോട്ട് കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ 1/80യുടെ താഴോട്ട് പോകാൻ പറ്റില്ല. ഫ്ലാഷ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് 1/200ൻ്റെ മുകളിലോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള റേഞ്ചിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഷട്ടർ സ്പീഡ് ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കേണ്ടത്. ഫ്ലാഷിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഹൈ സ്പീഡ് ഫ്ലാഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഫ്ലാഷിനെ കുറിച്ച് സംസാരിക്കുമ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരു സാധാരണ ഒരു ഫ്ലാഷ് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ക്യാമറ കയ്യിലെടുത്താണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ
1/80 താഴോട്ട് പോകരുത്. ഫ്ലാഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1/200 മുകളിലോട്ട് പോകരുത്. ഇനി നിങ്ങൾ പ്രൊഫഷണലി ഷൂട്ട് ചെയ്യുന്ന വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ക്യാമറ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഉപയോഗിക്കുന്നത് 1/160 എന്നുള്ള ഒരു ഷട്ടർ സ്പീഡായിരിക്കും. അത് മാറ്റാറില്ല, സ്റ്റേബിളായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. കുറേ പേർക്ക് അറിയാത്തതുകൊണ്ട് ആരോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. കുറേ പേര് ഇത് അറിയുന്നത് കൊണ്ടും ഇത് മാറ്റാതെ വയ്ക്കാറുണ്ട്. അപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ ഒരു സ്വീറ്റ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് 1/160 ആണ്. അതിനുള്ള കാരണം 1/80 താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാമറ ഷേക്ക് വരും. 1/200 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലാഷ് സിങ്ക് ആവില്ല. ഇതിനെ ഈ 1/200 എന്നുള്ളതിനെ നമ്മൾ ഫ്ലാഷിൻ്റെ സിങ്ക് സ്പീഡ് എന്നാണ് പറയുക. അത് വിശദമായിട്ട് ഫ്ലാഷിൻ്റെ സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലാഷോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളൊരു ഔട്ട്ഡോറിൽ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റ് ആണ്. അതിനെ നിങ്ങൾക്ക് ക്രിസ്പി ഷാർപ്പായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുക. അത് എവിടെ വരെ പോകാം എന്നുള്ളത് നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. ഷട്ടർ സ്പീഡ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? എക്സ്പോഷറിൻ്റെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും. അത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ എക്സ്പോഷർ ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുമ്പോൾ ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷട്ടർ സ്പീഡ് കൂടുമ്പോൾ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും. അപ്പോൾ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറയുന്നതിന് വേറെ ഏതെങ്കിലും കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ് ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുന്നത്. മൂവിങ് ഇല്ലാത്ത ഒരു മൂവ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഫ്രെയിമാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഷട്ടർ സ്പീഡിൻ്റെ ആവശ്യം എന്താ? ഷട്ടർ സ്പീഡിൻ്റെ ആവശ്യം അവിടെ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. കയ്യിലാണ് ക്യാമറ പിടിച്ചെടുക്കുന്നതെങ്കിൽ 1/80 താഴോട്ട് പോകരുത്. ഫ്ലാഷ് മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/200 മുകളിലോട്ടും പോകരുത്. അതിൻ്റെ ഇടയിലായിട്ട് ഉപയോഗിക്കണം. നിങ്ങളുടെ ബിൽറ്റ് ഇൻ ഫ്ലാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ക്യാമറയുടേതും ഹൈ സ്പീഡ് ബിൽറ്റ് ഇൻ ഫ്ലാഷാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പോപ്പപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഷട്ടർ സ്പീഡ് കൂട്ടിയാൽ കുഴപ്പമില്ല. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കണം, ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നത് ഹൈ സ്പീഡ് ഫ്ലാഷ് ആയിരിക്കണം. അത് ഫ്ലാഷിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഷട്ടർ സ്പീഡിൻ്റെ സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമുക്ക് 1/80 താഴോട്ട് പോകുമ്പോൾ ട്രൈപ്പോഡോ മോണോപ്പോഡോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കല്ലിൻ്റെ മുകളിലെങ്കിൽ നമ്മൾ വെച്ചിരിക്കണം ക്യാമറ, അല്ലെങ്കിൽ ക്യാമറ ഷേക്ക് വരും. ഇനി നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ്, ഫയർ വർക്ക്സ് അല്ലെങ്കിൽ വെഹിക്കിൾ ട്രെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണ്ടത് ഇതിൻ്റെയൊക്കെ മോഷൻ ബ്ലറാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതായത് ഒരു വണ്ടി ഓടുമ്പോൾ ആ ലൈറ്റിംഗ് ഇങ്ങനെ നീങ്ങിപ്പോകുന്നതിൻ്റെ മോഷൻ ബ്ലറാണ് നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ റെക്കോർഡ് ചെയ്തെടുക്കുന്നത് ഒറ്റ ഫ്രെയിമിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതൊരു മോഷൻ ബ്ലറാണ്. മോഷൻ ബ്ലർ നമുക്ക് ഫോട്ടോയിൽ രജിസ്റ്ററായി കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? ഷട്ടർ സ്പീഡ് കുറച്ച് വയ്ക്കണം. ഈ സെഷൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഷട്ടർ സ്പീഡ് ഡെഡിക്കേറ്റഡ് ടു ഒബ്ജക്റ്റ് മൂവ്മെൻ്റ് ആണ്. മോഷൻ ബ്ലർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒബ്ജക്റ്റിന് മൂവ്മെൻ്റ് ഒന്നുമില്ല, മോഷൻ ബ്ലർ വരാൻ ഒരു സാധ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ക്രൈറ്റീരിയ വീണ്ടും ഓർമ്മിക്കണം, ക്യാമറ കയ്യിലാണെങ്കിൽ 1/80 താഴോട്ട് പോകരുത്, അതിന് മുകളിലോട്ട് എത്ര ഉപയോഗിക്കും. ഇവിടെ ഈ പറഞ്ഞ ഷട്ടർ സ്പീഡിൻ്റെ നിയമം പല സ്ഥലങ്ങളിലും നമുക്ക് തെറ്റിക്കേണ്ടി വന്നേക്കാം. അതായത് പാനിങ് ഫോട്ടോഗ്രാഫി പോലെയുള്ള ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയിലും അതുപോലെ പഴയ കാലത്ത് ഫിലിം ഫോട്ടോഗ്രാഫിയിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർ 1/50 വളരെ മനോഹരമായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും നമുക്ക് ഇതേപോലെ അത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. എങ്കിലും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു നിയമം പാലിച്ച് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഫോട്ടോഗ്രാഫിയിലുള്ള നമ്മുടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു റൂള് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് നീങ്ങാം.